എല്ലാവർക്കും സുഖാണോ? ഇവിടെ ഇപ്പോൾ ഏകദേശം 2:30 ആവാനായി. ഞാൻ ഈ നാട്ടുവച്ചയ്ക്ക് ഈ കെട്ടൊക്കെ എടുത്ത് എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ പറഞ്ഞു തരാം. ഹായ് ഓൾ, വെൽക്കം ടു അവർ ഫാമിലി. ഇപ്പം നമ്മളൊരു ബേബി ഷവറിന് പോവാണ്. നമ്മളെ നൈബറുടെ ബേബി ഷവറാണ്, ക്ലൗദിയൻ്റെ ബേബി ഷവറാണ്. നമ്മുടെ വീട്ടിൽ നിന്നും ഒരു 30 മിനിറ്റ്സ് ഉണ്ട് അവിടേക്ക്. ബേബി ഷവർ ആയതുകൊണ്ട് ലേഡീസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഫങ്ഷൻ വരുന്നത് ആദ്യമായിട്ടായതുകൊണ്ട് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ നമ്മളിവിടെ എത്തി. അങ്ങനെ എന്നെ ഇവിടെ വിട്ടിട്ട് അനുവേട്ടൻ പോയി. ഇവിടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കഴിക്കാൻ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. Ahí hay fruta. Por favor. Sí. ¿Qué es? Son golos. Tamarindo. Ok. Sí. ¿Qué es? Pepino. Sí, poquito. Gracias. ¿Chamoy? Sí, poquito. Ok, gracias. ¿Qué es? Salsa. Salsa, ¿qué? Botanera. ¿Qué sabor? Típica. Poquito. Gracias. അങ്ങനെ എനിക്കറിയാവുന്ന സ്പാനിഷ് വെച്ചൊക്കെ ഒപ്പിച്ച് അങ്ങനെ ഞാനും ഒരു ഫുഡൊക്കെ വാങ്ങി. ഞാൻ സ്പാനിഷ് ഒന്നും അത്ര ഫ്ലുവൻ്റ് ഒന്നുമല്ല, എന്നാലും അത്യാവശ്യം ഇങ്ങനെ പറഞ്ഞു പോകുന്നു, അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് സ്പാനിഷ് അത്ര അറിയില്ലല്ലോ, ഇവിടുത്തെ ആൾക്കാർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം, എന്നിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കാം. ഇത് ക്ലൗദിയയുടെ സിസ്റ്ററാണ്. എനിക്കിവരെ ഫാമിലിയൊക്കെ അത്യാവശ്യം എല്ലാവരും അറിയാം. ഇവിടുത്തെ ആൾക്കാരൊക്കെ കുറച്ച് ഫ്രണ്ട്ലിയാണ്. ഇത് കുറച്ച് പ്ലാന്റ്സ് ആണ്. നമുക്കിത് എല്ലാവർക്കും എല്ലാവർക്കും എടുക്കാനുള്ളതാണ്, ഗിഫ്റ്റാണിത്. പിന്നെ ഒരു ഹാൻഡ് വാഷും ഉണ്ട്. ഇതിന് സക്കലൻ പ്ലാന്റ്സ് എന്നാണ് തോന്നുന്നു പറയുന്നത്. 2 മണി മുതൽ 7 മണി വരെയാണ് ഫങ്ഷൻ ടൈം പറഞ്ഞത്. ഇതിൻ്റെ പേര് ലിമനാദ എന്നാണ്. ഇതിവിടുത്തെ ഒരു ഡ്രിങ്ക്സാണ്, ചെറുനാരങ്ങ, പഞ്ചസാര ഇതൊക്കെയാണ്. അതിനിടയ്ക്ക് ഒരു ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞു ഫോട്ടോ എടുത്തു. പിന്നെ ഇവിടെ ഒരു സൈഡിൽ തെറാപ്പി ചെയ്യാൻ ഒരാൾ ഇരിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ചെയ്യാം, അവിടെ ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതാണ്. ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വീഡിയോ എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അവരിങ്ങനെ ഫുള്ളിങ്ങനെ തൊട്ടിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. എന്നോട് എന്തൊക്കെയോ പറഞ്ഞു, പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു റിലാക്സേഷൻ ഉണ്ടായിരുന്നു. ഇത് ഇവിടുത്തെ ഒരു ഫുഡാണ്. ചപ്പാത്തിനുള്ളിൽ ഇവിടുത്തെ ഒരു ബീൻസ് ഉണ്ട്, അതും പിന്നെ കുറച്ച് മീറ്റും ഒക്കെ അരച്ചിട്ട് ഹോൾഡ് ചെയ്തിട്ടുള്ളതാണിത്. പിന്നെ കുറച്ച് ക്യാബേജ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സൽസയൊക്കെ ഉണ്ട്. സൽസ എന്ന് വെച്ചാൽ ഒരു ടൈപ്പ് ഓഫ് സോസ് ഉണ്ട് ഇവിടെ, അത് മിക്സ് ചെയ്തിട്ട് കഴിക്കാം, അല്ലെങ്കിൽ വെറുതെ കഴിക്കാം. ഞാനവിടെ ഓരോരുത്തരോട് സംസാരിച്ച് അവസാനം എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി. അവൾക്ക് ഇംഗ്ലീഷ് അറിയാം, അതുകൊണ്ട് പിന്നെ എനിക്ക് അത്ര ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. എനിക്കിവിടെ സ്പാനിഷ് ഫുള്ളായിട്ട് എനിക്കത്ര മനസ്സിലാവില്ല. അവൾക്ക് ഇംഗ്ലീഷ് കൂടി അറിയാവുന്നതുകൊണ്ട് പിന്നെ എനിക്ക് മനസ്സിലാവാത്തത് അവളെ ഇംഗ്ലീഷിൽ പറഞ്ഞുതരും, അതുകൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, ഇങ്ങനെ കുറേ സംസാരിച്ചൊക്കെ ഇരുന്ന് അവൾക്ക് നമ്മുടെ നാടൊക്കെ കാണിച്ചു കൊടുത്തു. നാട്ടിലെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി.
നാട്ടിൽ വരണം എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കിപ്പോൾ വെക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് നാട്ടിൽ ഇപ്പോഴൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. വരുമ്പോൾ എന്തായാലും കൂട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നൊരു കേക്കൊക്കെ കിട്ടി. അവിടെ നമ്മുടെ നാട്ടിലെ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെ നമ്മുടെ നാട്ടിൽ വരണം എന്നാണ് പറയുന്നത്. ഞാൻ വലിയ കാര്യത്തിൽ സ്വിംസൂട്ടൊക്കെ എടുത്തിട്ടാണ് വന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്ക് ആരും ഇറങ്ങുന്നതാണെന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു മടി. അതുകൊണ്ട് ഞാൻ ഇറങ്ങില്ല. ഞാൻ ഈ തന്ന ഗിഫ്റ്റുകളൊക്കെ ഓപ്പൺ ചെയ്യുന്ന ടൈമാണിത്. എല്ലാ ഗിഫ്റ്റുകളും ഓപ്പൺ ചെയ്യാണ്. അതെൻ്റെ ഗിഫ്റ്റ് കേട്ടോ. തന്ന എല്ലാ ഗിഫ്റ്റും ആ സമയത്ത് തന്നെ ഓപ്പൺ ചെയ്യും. ശരിക്കും ഗിഫ്റ്റ് തുറക്കാൻ ദാമിയനാണ് തിരക്ക്. അധിക പേരും ഡ്രസ്സൊക്കെയാണ് കൊടുത്തത്. നമുക്ക് ഇന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. നമ്മളൊരു ബാത്ത് ടബാണ് വാങ്ങിക്കൊടുത്തത്. ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫങ്ഷനൊക്കെ വരുന്നത്. അതുകൊണ്ട് എന്ത് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ സെർച്ച് ചെയ്തൊക്കെയപ്പോൾ എനിക്ക് ആ ബാത്ത് ടബ് ഭയങ്കര ഇഷ്ടമായി. അവൾക്കും നല്ലോണം ഇഷ്ടമായി. അവൾക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ സന്തോഷം. നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ഫങ്ഷനൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും പോയാലല്ലേ ഇത് ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്യുക. ഇവർ ഈ ഫങ്ഷൻ്റെ ഇടയിൽ തന്നെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യും. ഇത് ഞാൻ നിങ്ങളോട് ഫസ്റ്റ് വന്നപ്പോൾ പറഞ്ഞില്ലായിരുന്നോ? ഇത് നമുക്ക് പോകുമ്പോൾ ഒരു പ്ലാന്റും പിന്നെ ഒരു ഹാൻഡ് വാഷും ഉണ്ട്. അത് രണ്ടും വീട്ടിൽ ഗിഫ്റ്റായിട്ട് കൊണ്ടുപോവാം. ഈ ചെടി കുറച്ചുകൂടി വലുതാവും. നമ്മളെ മാറ്റി വേറെ പോട്ടിലേക്ക് നട്ടാൽ മതി. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം കമൻറ്റ് ചെയ്യും കേട്ടോ. പിന്നെ കൂടെ ഒരു ഹാൻഡ് വാഷും ഉണ്ട്. ഇതുപോലൊരു പ്ലാന്റ് എനിക്കിവിടെ ഒരു മെക്സിക്കൻ ഗിഫ്റ്റായിട്ട് തന്നിരുന്നു. അതിപ്പോൾ കുറച്ച് വലുതായി. ഞാൻ കുറച്ച് വലിയ പോട്ടിലേക്ക് മാറ്റി നട്ടപ്പോൾ അത് കുറച്ച് ഒരു മീഡിയം സൈസായി. ഇതും അതുപോലൊക്കെ നട്ടു നോക്കണം. ഞാൻ ശരിക്കും നല്ല സെറ്റാക്കി സ്വിംസ്യൂട്ടൊക്കെ എടുത്ത് നല്ല സെറ്റപ്പിലാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴേക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇറങ്ങാൻ. ഇവിടെ വന്നപ്പോഴേക്ക് ആകെ കുട്ടികൾ മാത്രമേ ഇറങ്ങിയതായിട്ട് കണ്ടിട്ടുള്ളൂ. പിന്നെ എനിക്കൊരു മടിയായി. ഞാൻ പിന്നെ ഇറങ്ങിയില്ല. നീന്തലൊന്നും അറിയില്ല കേട്ടോ. പക്ഷെ ഇറങ്ങാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് പിന്നെ വലിയ ആഴമൊന്നുമില്ല. അതുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. ടൈം ഇപ്പോൾ ഏകദേശം രാത്രി 10 മണിയാവാനായി. ഞാൻ പോവാനായിട്ട് ഇറങ്ങുമായിരുന്നു. അപ്പോൾ ക്ലൗദിയുടെ സിസ്റ്റർ പറഞ്ഞു ഇവിടെ ബാർബിക്യൂ ഉണ്ടാക്കുന്നുണ്ടെന്ന്, അത് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അനുവേട്ടനെയും കൂട്ടിക്കുമെന്ന് പറഞ്ഞു. എന്തായാലും രാത്രി എന്നാൽ പിന്നെ ഫുഡ് കൂടി കഴിച്ചിട്ട് പോകാമെന്ന് ഞാൻ വിചാരിച്ചു. ഇതൊക്കെ രാത്രിത്തെ ഫുഡിൻ്റെ സംഭവങ്ങളാണ്. ഇവിടെ ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സൽസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവക്കാഡോ, ഉള്ളി, തക്കാളി ഇതൊക്കെയാണ്.
ആ ചേട്ടൻ എനിക്ക് എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു, ഇതിൽ എന്തൊക്കെ ഇട്ടിട്ടുള്ളത് എന്നൊക്കെ. എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എനിക്ക് പറഞ്ഞു തരാനൊക്കെ. പിന്നെ ഇവിടെ ഗ്രില്ല് ചെയ്യാനുള്ള മീറ്റൊക്കെ ഉണ്ട്. കോഴിയുണ്ട്, ബീഫുണ്ട്, ചീസ്, സോസേജ്, ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ഉള്ളിയും തക്കാളിയൊക്കെ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുഡ് ഉണ്ടാക്കലൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുഡ് ഉണ്ടാക്കേണ്ട തിരക്കാണ്. ഞാനാണ് അതിൻ്റെ ഇടയിൽ കൂടെ വലിഞ്ഞ് കയറി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരോട് ചോദിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഇവിടെ റെസ്പെക്റ്റിനും ഒക്കെ നല്ല വാല്യൂ കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നതാണെങ്കിലൊക്കെ ചോദിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി എന്താ പറയുക, അതൊരു റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെയാണ്. അതുപോലെ തന്നെ ഇത് മാത്രമല്ല, പ്ലീസ്, താങ്ക്സ്, വെൽക്കം, ഇതൊക്കെ ഇവിടെ പറയുന്നത് കോമൺ ആണ്. നമ്മൾ ഡെയിലി ഫുഡ് കഴിക്കുന്ന പോലെ തന്നെ ഇതൊക്കെ ഡെയിലി പറയുന്നത് ഇവരെ ഒരു കോമൺ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ്. അതൊക്കെ എന്തായാലും ഒരു നല്ല കാര്യമാണല്ലേ. ഞാനിങ്ങനെ ഓരോ ഫുഡിൻ്റെ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. ചില ഫുഡൊക്കെ സൽസ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇപ്പോൾ അവരെ ഫാമിലി മാത്രമേ ഉള്ളൂ. അധികം ആൾക്കാരും പോയി. ഞാൻ പോകാൻ ഇറങ്ങിയപ്പോഴാണ് അവരുടെ ചേച്ചി പറഞ്ഞത് ഇവിടെ ബാർബിക്യൂ ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അത് കഴിച്ചിട്ട് പോകാമെന്ന്. അനുവാട്ടം വന്നിട്ടുണ്ട്. അവിടെ ആരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങോട്ടേക്ക് തന്നെ വന്നു. അങ്ങനെ ഒടുവിൽ ബീഫ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ബാക്കി മീറ്റും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. കോഴിയും ബീഫൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ ഫുഡൊക്കെ കഴിക്കട്ടെ. ഞാൻ കുറച്ച് അവക്കാഡോ സാലഡ്, ഉള്ളി, സൽസ, ചിപ്സ് ഇതൊക്കെ എടുത്തത്. പിന്നെ ഒരു കോഴിയും. ചിക്കൻ അടിപൊളിയായിരുന്നു, വെറൈറ്റി ആയിരുന്നു. ആ ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ട്. ഹായ് ഓൾ, ഹായ്. ഇവിടെ ഇപ്പോൾ ഏകദേശം 12 മണിയായി. അവിടെ നിന്ന് ഇറങ്ങാൻ നല്ല ലേറ്റായി. എന്തായാലും ഇന്നൊരു ബേബി ഷവർ വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.